എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം തന്നെ ഞങ്ങൾ അടുപ്പത്ത് ചുക്കുവെള്ളമാണ് കേട്ടോ വയ്ക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ തീയൊക്കെ പിടിപ്പിച്ചിട്ടാണെങ്കിൽ ചുക്കുവെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ ചോറ് വയ്ക്കാറുള്ളൂ. അപ്പോൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇത് അമ്മായിയുടെ വീട്ടിൽ നിന്ന് ഇന്നലെ കൊടുന്ന മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ ചപ്പാത്തി അതിലേക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഉള്ള ഒരു ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നീടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതിലുള്ളൂ. രാവിലെ നമ്മളെല്ലാവരും ഭക്ഷണം ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ അവിടെ ആകെ മൊത്തം പെനഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. മൊത്തം വൃത്തിയാക്കാനും കാര്യങ്ങളും പാത്രങ്ങൾ കുറേ കഴുകാനും അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷമാണെങ്കിൽ വിറക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാനുണ്ട്. മഴ വരുന്നുണ്ട് കേട്ടോ. ഇന്നലെ വിറക് കൊണ്ടുവന്നിട്ട സമയത്ത് തന്നെ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുകളിൽ മഴ കൊള്ളാതിരിക്കാനായിട്ടുള്ളതൊക്കെ വെച്ചു. പിന്നെ ഇന്ന് എന്തായാലും അത് ഒരു ഭാഗത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മഴ നനയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ചെയ്യണം. അപ്പോൾ ഈ അടുക്കളയിൽ കുറച്ച് കാര്യമൊക്കെ ചെയ്തതിന് ശേഷം വിറകൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് എടുത്ത് വെക്കുമ്പോൾ വേഗം അത് പണി അങ്ങോട്ട് തീരുമല്ലോ. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞിട്ട് അത് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും എടുത്ത് വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഈ അടുക്കളയിൽ കുറച്ച് വൃത്തിയാക്കലാണ്ട് കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അതുപോലെ തന്നെ ഇനി ചോറിന് ശേഷം കറി കാര്യങ്ങൾ അതൊക്കെ ഉണ്ടാക്കാനുണ്ട്. അങ്ങനെ വിറകൊതുക്കൽ പരിപാടിയൊക്കെ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് ചെറിയ ചെറിയ കനലില്ലാത്തതൊക്കെ ഞങ്ങൾ അവിടെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് വെയിൽ കൊണ്ടതിന് ശേഷം വേണമെങ്കിൽ എടുത്തിട്ട് വൈകിട്ട് മാറ്റി വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ വേഗം വന്നിട്ട് കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ പരിപ്പും കുമ്പളങ്ങയും കൂടിയിട്ട് ഒരു കറി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ പപ്പടം മുട്ട അതൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ശരിയാക്കുമായിരുന്നു കേട്ടോ. പരിപ്പ്, കുമ്പളങ്ങ, തക്കാളി, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ടൊരു കറി വെക്കില്ലേ, കുമ്പളങ്ങ കറി. അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു.
പെട്ടെന്ന് തന്നെ മഴ പെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ എടുത്ത് വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വിറകുകളൊക്കെ എന്തായാലും നനഞ്ഞു കേട്ടോ. ഇനിയിപ്പോഴേക്ക് നനഞ്ഞിട്ട് എന്തായാലും പോയി എടുക്കാനൊന്നും വയ്യ. പിന്നെയാണെങ്കിൽ ഇത് മുന്നേ പൊട്ടിച്ചാടിയ ഒരു മരമാണ് കേട്ടോ. മഴ അങ്ങോട്ട് പെയ്തപ്പോൾ അതാ പൂച്ചക്കുട്ടി ഓടുന്നുണ്ട് കേട്ടോ നനയാതിരിക്കാനായിട്ട്. കോഴികളൊക്കെ അവിടെ ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ മഴ കൊള്ളാതിരിക്കാനായിട്ട്. അങ്ങനെ ഉച്ചത്തേക്കായിട്ട് മുട്ട പൊരിച്ചു, കറി വെച്ചു, പപ്പടം കാച്ചി, ചോറ്, അങ്ങനെ ഉച്ചത്തേക്കുള്ളതൊക്കെ ആയിട്ടോ. നമ്മൾ ഈ മുട്ട വറുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഇത് തലേ ദിവസത്തെ ഉണക്കമീൻ കറിയാണ് കേട്ടോ. അങ്ങനെ 2 മീനും ഉണ്ടായിരുന്നു. ഇത് ഇന്നത്തെ കറിയാണ് കേട്ടോ. എല്ലാതും ആയതിന് ശേഷമാണ് കേട്ടോ കുളിച്ചത്. കുളിച്ചപ്പോഴേക്കും ഒരുപാട് നേരം വൈകി, 12:30 ആയിട്ടോ സമയം. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പം ഞാനാണെങ്കിൽ ആ മുറ്റത്തിട്ട വിറകിൻ്റെ അവസ്ഥ എന്താണെന്നൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ഉണങ്ങിയത് പെട്ടെന്ന് കത്തിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ്. അത് മഴ നല്ലൊരു പണി തന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ അത് പെയ്തു. നല്ല വെയിലായതുകൊണ്ട് കേട്ടോ അവിടെ ഇട്ടത്. പക്ഷേ പെട്ടെന്നായിരുന്നു ഒരു മഴയുടെ പെയ്യൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നനഞ്ഞു പോയി കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഒതുക്കി വെച്ചത് നന്നായിട്ടോ, അല്ലെങ്കിൽ എല്ലാം ഒരുവിധം നനഞ്ഞിട്ടുണ്ടായിരിക്കുമായിരുന്നു. അപ്പം അങ്ങനെ മഴയൊക്കെ പെയ്തിട്ടുള്ള ഈ ഒരു ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ മുറ്റത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ. അപ്പോൾ ഈ മാവിലാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ മാങ്ങ ഉണ്ടായത്. അപ്പോൾ എന്തായാലും മാങ്ങയൊക്കെ പഴുത്ത് നന്നായി കഴിച്ചു കേട്ടോ ഞങ്ങൾ. ഇനിയിപ്പോൾ 1-2 മാങ്ങയാണ് കേട്ടോ ഇതിൽ ബാക്കി ഉണ്ടായിരിക്കുള്ളൂ. എല്ലാം നല്ല പഴുത്ത് വീണപ്പോൾ ഞങ്ങൾ നല്ലതായിട്ട് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും വെറുതെ കളഞ്ഞിട്ടില്ല. പിന്നെ ഇതാ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അമ്മ പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചായക്ക് അമ്മയ്ക്ക് കൊടുത്തിട്ട് അങ്ങനെ അമ്മ പോയി. അപ്പോൾ ഞങ്ങളിങ്ങനെ അമ്മ പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഞങ്ങൾ ആ റോഡ് വരെ പോകട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. നമ്മുടെ അമ്മമാരൊക്കെ വന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ റോഡ് വരെയൊക്കെ അങ്ങനെ ചെല്ലും. അപ്പോൾ അങ്ങനെ ബസ് വന്നിട്ട് അമ്മ കയറി പോണ വരെ ഞങ്ങളങ്ങനെ അവിടെ നിന്നു കേട്ടോ.
നേരത്തെ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വന്നിട്ട് ഞാൻ ചായയൊക്കെ കുടിക്കുമായിരുന്നു. അപ്പോൾ ഉണ്ണി എവിടുന്ന് ഒരു കണ്ണാടിയൊക്കെ എടുത്തു കൊടുന്നിട്ട് മുഖത്തൊക്കെ വെച്ച് തന്നു കേട്ടോ. ഭംഗിയുണ്ടോ എന്നൊക്കെ നോക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുഖത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല വയസ്സായ ഒരു ലുക്കുണ്ടല്ലേ കാണാനായിട്ട്. പുറത്തേക്കൊന്ന് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഞാനിങ്ങനെ കോഴിക്കോടൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. നല്ല ഭംഗിയുണ്ടല്ലേ കോഴിക്കോട് കാണാനായിട്ട്. അതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ആ സ്റ്റെപ്പാണ് കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി എന്ന് പറയുന്നത്. കോഴികൾ ആ സ്റ്റെപ്പിൽ കൂടെ ഇങ്ങനെ കയറുന്ന കാണാനായിട്ട് നല്ല ചന്തമാണ് കേട്ടോ. അപ്പോൾ അവർക്ക് നല്ല സുരക്ഷിതമായിട്ട് കഴിയാനുള്ളൊരു വീട് അല്ലേ, 2 നിലയായിട്ടുള്ള വീട്, നല്ല അടിപൊളിയാണ് കേട്ടോ അത്. പ്ലാവിലാണെങ്കിൽ ചക്ക ഉണ്ടായിരുന്നത് കണ്ടോ, ഒരൊറ്റ കൊലയിൽ 10 ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണോ ഇത് വലുതാവുക എന്നറിയില്ല. അപ്പോൾ ആ ഒരു കൊലയിൽ തന്നെ നന്നായിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാണാനായിട്ട് നല്ല രസമുണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനിയിപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല വൈകുന്നേരത്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കോഴി കരയുണ്ട് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.